AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി സുഹൈൽ ഷാജന്റെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യാപേക്ഷ തള്ളിയത്. AKG സെന്റർ ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരൻ സുഹൈൽ ഷാജഹാനാണ് എന്നാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. റിനു, എന്തൊക്കെയാണ് വിശദാംശം? ബിനിൽ, AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. ദില്ലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സുഹൈലിനെ തിരുവനന്തപുരത്ത് എത്തിച്ച കോടതിയിൽ ഹാജരാക്കിയെങ്കിൽ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഈ കസ്റ്റഡി കാലാവധിയിൽ ക്രൈംബ്രാഞ്ച് സുഹൈൽ ഷാജഹാനുമായി AKG സെന്ററിലടക്കം ഒപ്പം ഇവർ സഞ്ചരിച്ച സ്ഥലങ്ങളിലടക്കം എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ രാവിലെയോട് 11 മണിയോടുകൂടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ സുഹൈൽ ഷാജഹാനെ ഹാജരാക്കിയത്. കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: കുറ്റപത്രം നൽകിയെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് സുഹൈൽ ഷാജഹാന് ജാമ്യം നൽകാനാകില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത്. കാരണം അത്രയും വലിയൊരു തെറ്റ് നടത്തി എന്നുള്ള ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. അതുപോലെ ജാമ്യം നൽകാനാകില്ല എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. സുഹൈൽ ഷാജഹാനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത. കൃത്യമായി സുഹൈൽ ഷാജഹാനാണ് ഈ കേസ് ആസൂത്രണം ചെയ്തതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. ബിനിൽ.